Dear students, welcome to the question discussion of previous year, phase 2, 5th April 2024. JEE Main previous year questions നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ ഓർക്കുക എല്ലാ ചാപ്റ്ററിൽ നിന്നും ക്വസ്റ്റ്യൻസ് വെയ്റ്റഡ് ആണ്. ഓരോ ഷിഫ്റ്റിനും ഡിഫറൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനുകളായിരിക്കും. പക്ഷെ നൗ ഡേയ്സ് വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് വെയിറ്റ് ചെയ്യാൻ. We can go with the question discussion. A galvanometer of resistance 100 ohm when connected in series with the 400 ohm measures a voltage up to 10 volt. The value of resistance required to convert the galvanometer into ammeter to read up to 10 ampere is x into 10 to the power of minus 2 ohm. The value of x is. So here, question ആഗ്രഹിക്കുന്ന കണ്ടന്റ് എന്ന് പറയുന്നത് we have to convert a galvanometer into ammeter. Galvanometer into ammeter. അപ്പോൾ അവിടെ നമുക്ക് വ്യക്തതയോടെ അറിയാവുന്ന ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഒരു ജി റെസിസ്റ്റൻസ് ഉള്ള ഗാൽവനോമീറ്ററിനെ നമ്മൾ അമീറ്ററായിട്ട് കൺവേർട്ട് ചെയ്യാൻ we have to connect a low resistance, that is we call it as the shunt resistance. അപ്പോൾ നമ്മൾ മെഷർ ചെയ്യേണ്ട കറണ്ട് ക്യാപിറ്റൽ ഐ ആണെങ്കിൽ എ പാർട്ട് ഓഫ് ഇറ്റ് നമ്മളതിനെ ഗാൽവനോമീറ്റർ കറണ്ട് എന്നാണ് നമ്മൾ പറയാറുള്ളത്. സോ ദ ഗാൽവനോമീറ്റർ കറണ്ട് എന്ന് പറഞ്ഞാൽ ആ കറണ്ടിന് കൂടുതലായിട്ട് ആ വഴി കടന്നു പോകാൻ പറ്റില്ല. അപ്പോഴത്തേക്കും ഇറ്റ് ക്രോസ് ദ ലിമിറ്റ്. അപ്പോൾ കറണ്ട് കൂടുതലായാൽ ഗാൽവനോമീറ്റർ വളരെ കറണ്ട് സെൻസിറ്റീവ് ഡിവൈസ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ലിമിറ്റാണ് നമ്മുടെ ഐ ജി എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ മാക്സിമം ഡിഫ്ലക്ഷന് വേണ്ട കറണ്ടാണ്. സോ ബാലൻസ് കറണ്ടാണ് നമ്മളുടെ ഈ വഴി കടന്നു പോവുക. സോ ഐ മൈനസ് ഐ ജി. സോ ഇറ്റ്സ് എ പാരലൽ നെറ്റ്വർക്ക് ആൻഡ് യു നോ ദ കണ്ടന്റ് ദാറ്റ് ഐ ജി ഇൻറ്റു ക്യാപിറ്റൽ ജി എന്ന് പറയുന്നത് ഐ മൈനസ് ഐ ജി ഇൻറ്റു എസ് ആണ്. സോ അവർ എയിം ഈസ് ടു ഫൈൻഡ് വാട്ട് ഈസ് ദ ഷണ്ട് റെസിസ്റ്റൻസ്. സോ ദാറ്റ് ഈസ് എ ക്യാപിറ്റൽ ജി that I G division by I minus I G. അപ്പോൾ അവിടെ ക്യാപിറ്റൽ ജി ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ, 100 ohm തന്നിട്ടുണ്ട്. ക്യാപിറ്റൽ ഐ 10 ആംപിയർ. സോ വി നീഡ് ടു ഫൈൻഡ് വാട്ട് ഈസ് ഐ ജി. സോ അതിനായിരിക്കും നമുക്ക് ആദ്യത്തെ കണ്ടന്റ് തന്നിരിക്കുക അല്ലേ. ഒരു ഗാൽവനോമീറ്റർ വോൾട്ട് മീറ്റർ മെഷർമെൻറ്റിന് യൂസ് ചെയ്യുക എന്ന് പറയുമ്പോഴേ നമുക്കറിയാം ആ ഒരു ഗാൽവനോമീറ്ററിന് സീരീസ് കണക്ഷനിൽ ഒരു റെസിസ്റ്റൻസ് കണക്ട് ചെയ്യണം അല്ലേ. അതിവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ആ മെഷർമെൻ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഗിവൻ ആസ് എസ് ഈക്വൽ ടു 10 volt. സോ 10 volt എന്ന് പറയുന്നത് സ്വാഭാവികപരമായിട്ടും കറണ്ടിൻ്റെ ടോട്ടൽ റെസിസ്റ്റൻസ് ആണ് അല്ലേ. സോ ഐ ജി ഇൻറ്റു ദാറ്റ് ഗാൽവനോമീറ്റർ വാല്യൂ പ്ലസ് ദ എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് കണക്റ്റഡ് ദാറ്റ് ഈസ് ഗിവൻ ആസ് എസ് ഈക്വൽ ടു 10. So based on that we can easily find the value of galvanometer current as a 10 by the capital G. It is given as is equal to 100 plus that 400. So that is equal to 10 by that 100 plus 400, that is equal to 500. So 1 by 50. So that is 0.02 ampere. നമ്മൾ ഐ ജി കറക്റ്റായിട്ട് നമുക്ക് കിട്ടി അല്ലേ. So what is the next step we needed? ഐ ജി നമുക്ക് കിട്ടി. സോ അവർ എയിം ഈസ് ടു ഫൈൻഡ് വാട്ട് ഈസ് എസ് റെസിസ്റ്റൻസ് as 100 into that 0.02 that division by the 10 ampere minus 0.02. So that is equal to, that is 2 by 10 minus 0.02. അപ്പോൾ നമുക്ക് റഫ്ലി എടുക്കുമ്പോൾ 10 minus 0.0 വരുമ്പോൾ 9.98 ആയിട്ട് നമുക്ക് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്താൽ ദാറ്റ് 2 division by 9.98. So that is equal to 0.20004 അങ്ങനെ ഒരു ഡേറ്റയിലായിരിക്കും വരിക. പക്ഷെ ആ വാല്യൂ എസ് നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു 10 to the power of minus 2 എന്നാണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 0.2. സോ എക്സ് ഇസ് ഈക്വൽ ടു ദ 0.2 by that 10 to the power of minus 2. So roughly you can take that 20. So our third option as the answer. Galvanometer conversion ഒരു പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. ബി കെയർഫുൾ. കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ് ബേസ് ചെയ്തിട്ടുള്ള ഒരു കണ്ടൻ്റാണ്.
If n is the number density and d is the diameter of the molecule, then the average distance covered by a molecule between two successive collisions is represented by. രണ്ട് കൊളിഷനുകൾക്കിടയ്ക്കുള്ള ആവറേജ് കോൺസെപ്റ്റ്. സോ എൻ സി ആർ ടി ഡയറക്റ്റായിട്ട് നമുക്ക് തരുന്ന റിലേഷനാണ് 1/√2 n pi into d square. The second one is our data. അവിടെ n എന്ന് പറയുന്നത് ഓർത്തിരിക്കണം, നമ്പർ ഡെൻസിറ്റി എന്നാണ് നമുക്ക് സാധാരണ പറയാറുള്ളത്. നമ്പർ ഓഫ് മോളിക്യൂൾസ് പെർ യൂണിറ്റ് വോളിയം, നമ്പർ ഓഫ് മോളിക്യൂൾസ് പെർ യൂണിറ്റ് വോളിയം. അപ്പം നമുക്ക് മീറ്റർ റൈസ് ടു -3 എന്നുള്ള കണ്ടൻ്റ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുക. ആൻഡ് വാട്ട് ഈസ് എ സ്മോൾ ഡി എന്ന് പറയുന്നത്? സോ ഡി എന്ന് പറയുന്നത് സൈസ് ഓഫ് ദ മോളിക്യൂൾസ് എന്നോ ഡയമീറ്റർ ഓഫ് ദ മോളിക്യൂൾസ് എന്നോ ഒക്കെ നമുക്ക് പറയാൻ പറ്റും. അത് ഒരു ഓർമ്മയിരിക്കട്ടെ. ഇനി ആ സ്മോൾ എൻ എന്ന് പറയുന്നതിനെ നമുക്ക് ന്യൂമറിക്കലായിട്ട് ക്യാപിറ്റൽ N/V എന്ന് എഴുതിയാൽ ഈ വി എന്ന് പറയുന്നത് പലപ്പോഴും നമുക്ക് പ്രഷറായിട്ടൊക്കെ ടെമ്പറേച്ചറുമായിട്ടൊക്കെ നമുക്ക് റിലേറ്റ് ചെയ്യാനുള്ള അവസരം ഉണ്ടാവും. സോ ദ സെക്കൻഡ് വൺ ഈസ് ദ കറക്റ്റ് ആൻസർ. എ മാൻ ക്യാരിയിങ് എ മങ്കി on his shoulder does cycling smoothly on a circular track of radius 9 meter and completes 120 revolutions in 3 minutes. The magnitude of centripetal acceleration of monkey is. അപ്പോൾ അവിടെ സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ നമുക്കറിയാം മാസിന് ഡിപ്പെൻഡബിൾ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് അല്ല അല്ലേ. സെൻട്രിപെറ്റൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഇൻഡിപെൻഡൻ്റ് ഓഫ് മാസ് ആയിട്ടാണ് പറയാറുള്ളത്. അപ്പോൾ നമ്മൾ ഏതൊരു ഓബ്ജക്റ്റും ഒരു r സെപ്പറേഷൻ അകലെ ഉള്ള ഒരു റേഡിയസിലാണ് കറങ്ങുന്നതെങ്കിൽ സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ എന്ന് പറയുന്നത് അലോങ് ദ റേഡിയസ് ടുവേഴ്സ് സെൻറ്റർ ആണ് അല്ലേ. നമുക്ക് സാധാരണ നമുക്ക് രണ്ട് റിലേഷൻസ് കൊടുക്കാം. ഒന്ന് v² ഡിവിഷൻ ബൈ r എന്ന് നമുക്ക് കൊടുക്കാം. അതല്ലെങ്കിൽ ദാറ്റ് ഈസ് r ω². ഇവിടെ ഒമേഗയുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻസ് ആയിരിക്കുന്നത് അല്ലേ. യെസ്, റേഡിയസ് ദാറ്റ് ഈസ് ഗിവൺ ആസ് ഇസ് ഈക്വൽ ടു 9 മീറ്റർ and it is given that it completes 120 revolutions in 3 minutes. അപ്പോൾ നമുക്ക് ഫ്രീക്വൻസി കണ്ടുപിടിക്കാൻ എടുക്കാം അല്ലേ. നമ്പർ ഓഫ് റെവല്യൂഷൻസ് പെർ സെക്കൻഡ് അല്ലേ, അത് 3 minutes എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. സോ വി ക്യാൻ ജസ്റ്റ് ക്യാൻസൽ ഇറ്റ്. സോ 60. സോ യു ഗെറ്റ് ദ വാല്യൂ ആസ് 2/3. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡയറക്റ്റായിട്ട് നമുക്ക് എ സിയുടെ റിലേഷൻ കൊടുത്താൽ എ സി ടേക്ക് ദ വാല്യൂ ആസ് r ഇൻറ്റു that in terms of frequency as 2πf². So radius into 4π² into that f². The radius is given as 9 into 4π² into the frequency square. f² is 2² by 3² as 9. So 9 cancel. So you get the value as 16π². That much meter per second square. So our first option is the answer. അവിടെ ഓർത്തിരിക്കുക, ദ സെൻട്രിപെറ്റൽ ഫോഴ്സ് ഇൻഡിപെൻഡൻ്റ് ഓഫ് ദാറ്റ് മാസാണ്, അത് ഓർക്കുക. ദ വെഹിക്കിൾസ് ക്യാരിയിങ് ഇൻഫ്ലേമബിൾ ഫ്ലൂയിഡ്സ് യൂഷ്വൽ ഹാവ് മെറ്റാലിക് ചെയിൻസ് ടച്ചിങ് ദ ഗ്രൗണ്ട്. അപ്പോൾ അവിടെ ഓർത്തിരിക്കുക, വാട്ട് ആർ ദ സ്പെഷ്യാലിറ്റീസ് ബിറ്റ്വീൻ ഇൻസുലേറ്റർ ആൻഡ് എ കണ്ടക്ടർ. സോ ചാർജസ് നമ്മൾ കൊടുത്താൽ ആ പ്ലേസ് തന്നെ ഇരിക്കും ഇൻസുലേറ്ററിൽ അല്ലേ. പക്ഷേ മെറ്റൽസ് ആണെങ്കിൽ ക്യാൻ മൂവ് റെഡിലി ഡിസ്ട്രിബ്യൂട്ടഡ്. അപ്പോൾ മെറ്റാലിക് ചെയിൻസ് യൂസ് ചെയ്യുന്നതിൻ്റെ പ്രധാനപ്പെട്ട റീസൺ എന്ന് പറയുന്നത് നമ്മൾ എയർ റെസിസ്റ്റൻസ് ഒക്കെ കാരണം അക്യുമുലേറ്റ് ചെയ്യപ്പെടുന്ന ചാർജസ് സ്പാർക്കിംഗ് ഉണ്ടാക്കാനുള്ള സാധ്യതകൾ കളയാൻ വേണ്ടിയാണ്. സോ റോപ്പ് ചെയിൻസ് ഇങ്ങനെ നമ്മൾ ഹാങ് ചെയ്യുന്ന സമയത്ത് when it touches the surface it will lose all the charges on it. So really help. അതൊരു സെക്യൂരിറ്റി മെഷർമെൻ്റ് ആയിട്ടാണ് ഉപയോഗിക്കുക. സോ ദ കറക്റ്റ് ഓപ്ഷൻ ഈസ് the second one, to conduct excess charge due to air friction to ground and prevent sparking. So the second one is the answer. Actually electromagnetic waves വേവ് ലെങ്തും തമ്മിലുള്ള കണക്ഷനാണ്. അപ്പോൾ നമ്മുടെ EM വേവ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ അവരുടെ എല്ലാ എലിമെൻറ്റുകളും നിങ്ങളുടെ മനസ്സിലേക്ക് വരട്ടെ. ഗാമ റേസ്, എക്സ് റേസ്, അൾട്രാവയലറ്റ്, വിസിബിൾ, ഇൻഫ്രാറെഡ്, മൈക്രോ ആൻഡ് റേഡിയോ. അവിടെ ഗാമ എന്ന് പറയുമ്പോൾ അവൻ്റെ വേവ് ലെന്ത് ലെസ് ദാൻ 10⁻³ നാനോമീറ്ററാണ്. എക്സ് റേസ് വരുമ്പോൾ അറൗണ്ട് 10⁻³ നാനോമീറ്റർ തുടങ്ങിയും 1 നാനോമീറ്റർ വരെയുള്ള വേവ് ലെന്തുകളാണ് എക്സ് റേസിന്
കറസ്പോണ്ടിങ് ആയിട്ട് വരിക. അതേ സ്ഥാനത്ത് അൾട്രാ വയലറ്റ് വരുമ്പോൾ 1 നാനോമീറ്റർ തുടങ്ങി എറൗണ്ട് 400 നാനോമീറ്റർ വരെയാണ്. സോ നമ്മുടെ വിസിബിൾ ലൈറ്റിലേക്ക് വരുമ്പോൾ ഇറ്റ് ഈസ് ദാറ്റ് 400 നാനോമീറ്റർ തുടങ്ങി 700 നാനോമീറ്റർ വരെയാണ്. നമ്മുടെ ഇൻഫ്രാറെഡ് വരുമ്പോൾ 700 നാനോമീറ്റർ തുടങ്ങി 1 mm വരെയുള്ള റേഞ്ച് ഉള്ളതാണ്. മൈക്രോ എന്ന് പറയുന്നത് 1 മില്ലിമീറ്റർ തുടങ്ങി 0.1 മീറ്റർ വരെയുള്ളതാണ് മൈക്രോവേവ്സ് എന്ന് പറയാം. അതേപോലെ റേഡിയോ വേവ്സ് എന്ന് പറയുമ്പോൾ 0.1 മീറ്റർ തുടങ്ങി ഫ്യൂ കിലോമീറ്റേഴ്സ് വരെ റേഞ്ച് ചെയ്യുന്നവരാണ് നമ്മുടെ റേഡിയോ വേവ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ ചോദ്യമായിട്ട് വന്നിരിക്കുന്ന ഡേറ്റകൾ അനലൈസ് ചെയ്യുമ്പോൾ ഇൻഫ്രാറെഡാണ് നമുക്ക് ആദ്യം വേണ്ടത്. ഇൻഫ്രാറെഡാണ്, അൾട്രാ വയലറ്റ് ആണ്, എക്സ് ആണ് ആൻഡ് ഗാമ റേസ് ആണ്. സോ ഇത്രയുമാണ് നമുക്ക് ഡീൽ ചെയ്യേണ്ടത്. അപ്പോൾ ഇൻഫ്രാറെഡ് വരുമ്പോൾ സ്വാഭാവികപരമായിട്ടും 700 to 1 millimeter. സോ തേർഡ് ഓപ്ഷനാണ് നമുക്ക് ആൻസർ. സോ അപ്പോൾ തേർഡ് കേസ്. സോ നമുക്ക് ഫസ്റ്റ് 1 ആണ് ആൻസറായിട്ട് പ്രഖ്യാപിക്കും. അപ്പോൾ ഇതൊന്ന് കാണാതെ പഠിച്ചിരുന്നാൽ പല ക്വസ്റ്റ്യനുകളും ഫ്രീക്വൻസി ബേസ് ചെയ്ത് ചോദ്യങ്ങൾ വരാം, എനർജി ബേസ് ചെയ്ത് ചോദ്യങ്ങൾ വരാം. അപ്പോഴെല്ലാം ഈ ഡേറ്റ കറക്റ്റായിട്ട് അറിഞ്ഞിരുന്നാൽ നിങ്ങൾക്ക് ആൻസറിലേക്ക് പോകാൻ പറ്റും. നമുക്ക് സെക്കൻഡ് ഓപ്ഷൻ പറയുന്നത് അൾട്രാ വയലറ്റ് ആണ് അല്ലേ. സോ അൾട്രാ വയലറ്റ് എന്ന് പറയുന്നത് 400 to 1 എന്നുള്ള കോൺസെപ്റ്റാണ്. സോ സെക്കൻഡ് തന്നെയാണ്. സി എക്സ് ആണ്. സോ 10⁻³ to 1 നാനോമീറ്റർ ആണ്. സോ ദാറ്റ് ഈസ് ദ ഫോർത്ത് ഓപ്ഷൻ. ആൻഡ് ദ ഗാമ റേസ് ദ ലെസ് ദാൻ 10⁻³ അപ്പോൾ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് വളരെ മിനിമം സമയം കൊണ്ട് നമുക്ക് 1 or 2 ക്വസ്റ്റ്യൻസ് ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടുന്ന ഒരു ഏരിയയാണ്. ശ്രദ്ധയോടെ പഠിക്കുക. വാട്ട് ഈസ് ദ ഡയമെൻഷണൽ ഫോർമുല ഓഫ് a(b⁻⁻1)? a(b⁻⁻1) a/b ഇത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത്. വളരെ വ്യക്തതയോടെ നമ്മുടെ വാണ്ടർവാൾസ് ഇക്വേഷൻ്റെ കോൺസെപ്റ്റ് അഡിഷൻ ഓർ സബ്ട്രാക്ഷൻ ഓർ പോസിബിൾ ഓൺലി വിത്ത് ദ സെയിം ടൈപ്പ് ഓഫ് പാരാമീറ്റേഴ്സ്. അങ്ങനെയാണെങ്കിൽ p+a/v² എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പിയുടെ ഡയമെൻഷൻ എന്ന് പറയുന്നത് a/v² സമമെന്നാണ്. ദാറ്റ് മീൻസ് എ എന്ന് പറയുന്നതിൻ്റെ ഇക്വേഷൻ p×v² ആണ്. സിമിലർലി നമുക്ക് v-v എന്ന് പറയുമ്പോൾ ബിയുടെ ഡയമെൻഷൻ എന്ന് പറയുന്നത് വോളിയത്തിന് ഇക്വലൻ്റ് ആണ്. സോ അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് a/b? സോ എയുടെ കണ്ടൻറ് എന്ന് പറയുന്നത് p×v², ദ ഡിവിഷൻ ബൈ ദറ്റ് ബി എന്ന് പറയുന്നത് വി ആണ്. സോ വിയും കട്ടായാൽ സോ ഈസ് ഈക്വൽ ടു പ്രഷർ ഇൻറ്റു വോളിയം. ആ പ്രഷർ ഇൻറ്റു വോളിയം എന്ന് പറയുന്നത് തെർമോഡൈനാമിക്സിൽ നമ്മൾ p×∆v ഈസ് വർക്ക് എന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത് അല്ലേ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ml² T⁻². സോ ദാറ്റ് മീൻസ് അവർ സെക്കൻഡ് ഓപ്ഷൻ ആസ് ദി ആൻസർ. അപ്പം ഈ ഒരു കോൺസെപ്റ്റ് ഒന്ന് ഓർമ്മയിരിക്കട്ടെ. അതോടൊപ്പം തന്നെ എക്സ്പൊണൻഷ്യൽ ഫങ്ഷൻസ് വരുന്ന സമയത്ത് അല്ലെങ്കിൽ ലോഗരിതമിക് ഫങ്ഷൻസ് വരുന്ന സമയത്ത് നമ്പർ ഫങ്ഷൻസ് പറയുന്ന സമയത്ത് ഇവരെല്ലാം എല്ലാ ബ്രാക്കറ്റ്സ് ഉൾപ്പെടെ നമ്മുടെ അതോടൊപ്പം ട്രിഗണോമെട്രിക് റേഷ്യോസ് വരുമ്പോൾ ദ ടാൻ സൈൻ ഓഫ് എക്സ് എന്നുള്ള കോൺസെപ്റ്റ് വന്നാൽ ബോത്ത് ദ ബ്രാക്കറ്റ്സും ഡയമെൻഷൻലെസ് ആണെന്നുള്ള കാര്യം ഓർക്കുക. അതൊക്കെ പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങളെ ഒത്തിരി സഹായിക്കുന്ന കണ്ടൻറ്റുകളാണ്. സോ എവരി ബ്രാക്കറ്റ്സ് ആർ ഡയമെൻഷൻലെസ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് നോട്ട് ട്രൂ അബൌട്ട് ദ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ? ഇപ്പോൾ നമുക്കറിയാം സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ നമ്മുടെ ഐൻസ്റ്റീൻസ് ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ പറയുമ്പോൾ ദ മാക്സിമം കൈനറ്റിക് എനർജി ഓഫ് ദ ഫോട്ടോ ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് h⁻, ഇൻസിഡൻറ്റ് കൈനറ്റിക് എനർജി മൈനസ് ദാറ്റ് h⁻₀. And you know that h⁻₀, the work function, and is a constant for a surface. So അപ്പോൾ അതിൽ നിന്ന് എജക്റ്റഡ് ആകുന്ന ഫോട്ടോ ഇലക്ട്രോൺസിൻ്റെ കൈനറ്റിക് എനർജി എന്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഡയറക്റ്റ്ലി നമുക്ക് പറയാം ഇൻസിഡൻ്റ് ആയിട്ട് വീഴുന്ന കൈനറ്റിക് എനർജി. 2 ആ മെറ്റീരിയൽ മാറുന്നതിനനുസരിച്ച് ഉറപ്പായിട്ടും. യെസ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏത് ചോയ്സസ് എടുക്കാം? ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ നാച്ചർ ഓഫ് ദ എമിറ്റഡ് മെറ്റീരിയൽ. ഷുവർലി. കാരണം വർക്ക് ഫങ്ഷൻ ഡിപ്പെൻഡബിൾ ആണ് അല്ലേ. യെസ്. അപ്പം വർക്ക് ഫങ്ഷൻ കുറഞ്ഞ ആളാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ കൂടുതൽ കൈനറ്റിക് എനർജി അവർക്ക് കിട്ടും.
പക്ഷേ വർക്ക് ഫങ്ഷൻ കൂടുതലാണെങ്കിൽ കൈനറ്റിക് എനർജി അതിനനുസരിച്ച് കുറയും. സോ ദാറ്റ് ഈസ് എ ഫാക്ട്. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ ഫ്രീക്വൻസി. യെസ്, ദാറ്റ്സ് ട്രൂ ഓൾസോ. എന്നിട്ട് പറയുകയാണ് ഇറ്റ് ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ഇൻറ്റൻസിറ്റി ഓഫ് ദ ഇൻസിഡൻ്റ് ലൈറ്റ്. നമ്പർ ഓഫ് ഫോട്ടോൺസ് വന്ന് വീഴുന്നതിനെ അത് ഡിപ്പെൻഡ് ചെയ്യുന്നു. നമ്പർ ഓഫ് ഇൻസിഡൻ്റ് ലൈറ്റ് അത് എപ്പോഴും ഫ്രീക്വൻസി അല്ല ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്, കറണ്ടിനെയാണ് അത് ഡിപ്പെൻഡ് ചെയ്യുക. അതുകൊണ്ട് തന്നെ വന്ന് വീഴുന്നതിലല്ല, ഓരോ വീഴുന്ന ഫോട്ടോണിൻ്റെ എനർജിക്കാണ് കാര്യം. സോ അതുകൊണ്ട് തന്നെ നമുക്ക് അത് ഡിപ്പെൻഡബിൾ അല്ല. ഇവിടെ പറയുന്നു ഇറ്റ് ഈസ് 1/E ടൈംസ് ദ മാക്സിമം കൈനറ്റിക് എനർജി. സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലുമായിട്ടുള്ള കൈനറ്റിക് എനർജിയുടെ നമ്മുടെ റിലേഷൻ നമുക്കറിയാം. അതാണ് ഏറ്റവും പ്രാധാന്യമുള്ള കോൺസെപ്റ്റ് ഹിയർ. സോ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് 1/E ടൈംസ് ഓഫ് കൈനറ്റിക് എനർജി ആയിട്ട് നമുക്ക് പറയാം. സോ ദ ഫോർത്ത് ഓപ്ഷനും ട്രൂ ആണ്. സോ ദ തേർഡ് വൺ ആണ് ഇവിടെ ഇൻകറക്റ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ്. ഡ്യൂറിങ് ആൻ അഡയബാറ്റിക് പ്രോസസ്, ഇഫ് ദ pressure of a gas is found to be proportional to cube of its absolute temperature. So pressure is proportional to cube. So we can say that P is equal to K into T raised to cube. So P by T cube is equal to a constant. So P T raised to minus 3 is equal to a constant. എന്നാണ് നമുക്ക് തന്നിരിക്കുക. Then the ratio Cp by Cv for the gas is, അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. Cp/Cv. ഇപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന അഡയബാറ്റിക് പ്രോസസ്സ് എന്ന് പറയുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്കറിയാമെന്നുള്ള കണ്ടൻറ്റ് പി വി റൈസ് ടു ഗാമ ഈസ് എ കോൺസ്റ്റൻ്റ് ആണ്. അത് ടെമ്പറേച്ചറുമായിട്ട് എങ്ങനെ റിലേറ്റ് ചെയ്യാം? യെസ്, യു നോ ദാറ്റ് പി വി ഇസ് ഈക്വൽ ടു മ്യൂ ആർ ടി. നമുക്ക് ഉറപ്പായിട്ടും വിക്ക് പകരമായിട്ട് സോ യു ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് അസ് മ്യൂ ആർ ടി ബൈ പി. ദാറ്റ് ഈസ് വി പ്രൊപ്പോർഷണൽ ടു ടി ബൈ പി. ഐ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഇറ്റ്. ആ പ്രൊപ്പോർഷണാലിറ്റി ബാക്കി കോൺസ്റ്റൻറ്റ് ഇതിലേക്ക് നമ്മൾ മാറിയതായിട്ടൊന്ന് ചിന്തിക്കുക. സോ ദാറ്റ് ഈസ് ടി ബൈ പി റൈസ് ടു ഗാമ, ദാറ്റ് ഈസ് ഈക്വൽ ടു കോൺസ്റ്റൻറ്റ്. സോ ദാറ്റ് ഈസ് പി റൈസ് ടു 1 മൈനസ് ഗാമ, ടി റൈസ് ടു ഗാമ ഈസ് എ കോൺസ്റ്റൻറ്റ്. ദാറ്റ് ഈസ് പി ടി റൈസ് ടു ഗാമ ബൈ 1 മൈനസ് ഗാമ, ദാറ്റ് ഈസ് ഈക്വൽ ടു കോൺസ്റ്റൻറ്റ്. അതാണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്, ടി റൈസ് ടു minus 3 ആസ് എ കോൺസ്റ്റൻറ്റ്. So how you can approach the answer? ഇവിടെ നമുക്ക് രണ്ട് റിലേഷൻസും ഒന്ന് കമ്പയർ ചെയ്തേ. എന്താണ് നമുക്ക് മനസ്സിലായത്? സോ വി ക്യാൻ ഈസിലി സെറ്റ് ദാറ്റ് യെസ്, നമുക്ക് ഗാമ ബൈ 1 മൈനസ് ഗാമ അല്ലേ, ദാറ്റ് ഈസ് ഗിവൺ ആസ് ഇസ് ഈക്വൽ ടു -3. സോ ഗാമ ഈസ് ഈക്വൽ ടു -3 പ്ലസ് 3 ഗാമയാണ് അല്ലേ. സോ 3 സൈഡിലേക്ക് കൊണ്ടുവന്നാൽ 3 ഗാമ മൈനസ് ഗാമയാണ് അല്ലേ, ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഗാമയാണ്. സോ ഗാമ ടേക്ക് ദ വാല്യൂ എസ് ഇസ് ഈക്വൽ ടു 3/2. സോ ദാറ്റ് ഈസ് ദ കണ്ടന്റ്. സോ നമുക്ക് അങ്ങനെയാണെങ്കിൽ ദ സെക്കൻഡ് ഓപ്ഷൻ നമുക്ക് ആൻസറായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. സോ ദാറ്റ് ഈസ് ദ കണ്ടന്റ് ദേ. ദ സെക്കൻഡ് ഓപ്ഷനാണ് നമുക്ക് ആൻസർ. നെക്സ്റ്റ് വൺ, ദ ഔട്ട്പുട്ട് Y ഓഫ് ലോജിക് സർക്യൂട്ട് ഗിവൺ ബിലോ ഈസ് 0. 0 ആകുന്നത് എപ്പോഴാണ്? നമുക്ക് ആ ഒരു ബൂളിയൻ ഇക്വേഷൻ ഒന്ന് റെഡിയാക്കാൻ ശ്രമിച്ചാൽ, ഗേറ്റ് ഇക്വേഷൻ ഒന്ന് റെഡിയാക്കിയാൽ, ഇവിടുത്തെ ഔട്ട്പുട്ട് ഞാൻ y1 എന്നെടുത്തു, ഇത് y2 ആണ്. സോ അവർ റിസൾട്ട് എന്ന് പറയുന്നത് y1 പ്ലസ് y2 ആണ്. ഇവിടെ ഓർ ഗേറ്റ് ആണ് അല്ലേ. അപ്പോൾ നമുക്ക് ഓർ ഗേറ്റ് എന്ന് പറയുമ്പോൾ സിമ്പിളായിട്ട് രണ്ടിൻ്റെയും സമ്മാണ് അല്ലേ. പ്ലസ് എന്താണ് y2? y2 എന്ന് പറയുന്നത് b ഇൻറ്റു 1 ആണ്. യെസ്, b ഇൻറ്റു 1 ആണ്. സോ b മാറുന്നതനുസരിച്ച് ആ വാല്യൂ മാറുന്നുണ്ട് അല്ലേ. b ഇൻറ്റു 1 b ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. സോ a പ്ലസ് b പ്ലസ് b, അവിടെ b പ്ലസ് b എന്ന് പറയുന്നത് നമുക്ക് b ആയിട്ട് തന്നെ എഴുതാം അല്ലേ. യെസ്, സോ a പ്ലസ് b. സോ ദാറ്റ് ഈസ് എ റിലേഷൻ, y ഈസ് ഈക്വൽ ടു a പ്ലസ് b. അപ്പോൾ ഓർമ്മ ഇരിക്കേണ്ട കാര്യം, ഇപ്പം y 0 ആകണമെങ്കിൽ എയും ബിയും 0 ആയേ പറ്റൂ. മറ്റേത് വാല്യൂ എടുത്താലും 1 ആയിട്ട് നിൽക്കും അല്ലേ. യെസ്, സോ അവർ ഫസ്റ്റ് ഓപ്ഷൻ ആസ് ദി ആൻസർ. The ratio of heat dissipated per second through the resistance 5 ohm and 10 ohm in the circuit given below. അപ്പോൾ നമുക്ക് ഹീറ്റ് പ്രൊഡക്ഷൻ ഓൺ 5 ohm and 10 ohm. നമുക്കൊരു സെല്ല് കണക്റ്റഡ് ആണ്, കറണ്ട് I വന്നു. സോ ദിസ് ഈസ് I1 ആൻഡ് ദിസ് ഈസ് I2. ഇറ്റ്സ് എ പാരലൽ നെറ്റ്വർക്ക് ആക്ച്വലി. യെസ്, അപ്പോൾ ഇതിന് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഞാൻ V1 എന്നെടുത്തു എന്ന് വിചാരിക്കും. അത് തന്നെയല്ലേ 10 ohmന് എടുക്കും, പാരലല്ലേ.
യെസ്. അപ്പം അങ്ങനെയാണെങ്കിൽ അവിടുത്തെ പൊട്ടൻഷ്യൽ അറിയുകയാണെങ്കിൽ പവർ ഡിസിപ്പേഷൻ അലോങ് 5 ബൈ ദാറ്റ് ഈസ് 10 എന്ന് പറയുന്നത് യെസ് V1 സ്ക്വയർ ഡിവിഷൻ ബൈ ദാറ്റ് 5 ohm ദാറ്റ് ഡിവിഷൻ ബൈ V2 സ്ക്വയർ ഡിവിഷൻ ബൈ ദാറ്റ് 10 ohm. ബട്ട് V1ഉം V2ഉം പാരലൽ ആയതുകൊണ്ട് സെയിം അല്ലേ? സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 10 by 5 അല്ലേ? സോ ദാറ്റ് ഈസ് 2:1 as the answer. സോ ദ തേർഡ് ഓപ്ഷൻ വളരെ ഈസി ആയിട്ടുള്ള കണ്ടൻ്റാണ് ചോദിച്ചിരിക്കുന്നത്. സോ യു ഗെറ്റ് ദ തേർഡ് വൺ ആസ് ദി ആൻസർ. എ ഹെവി ബോക്സ് ഓഫ് മാസ് 50 kilogram that is moving on a horizontal surface. If the coefficient of kinetic friction between the box and the surface is 0.3, then the force of kinetic friction. അപ്പോൾ നമുക്ക് ഒരു റഫ് സർഫസിലൂടെയാണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ബോക്സ് ഓക്കെ ഫൈൻ എന്നിട്ട് പറയുകയാണ് the kinetic friction there that is given as is equal to 0.3. മോഷനുള്ള കേസസ് ആണ്. if you just check out what are the forces acting there, the main content as weight, there is a normal reaction there. The frictional force, if it is moving in the right towards, that the frictional kinetic friction is this one. And the kinetic friction is nothing but equal to mu times of the normal reaction there. And there is no vertical motion there, so n should be equal to mg. So that is equal to mu times of m into g. So that is the content there. And it is also given as is equal to mu, that is equal to 0.3 into that mass, that is a heavy mass as 50 into g as is equal to 9.8. So roughly 3 into 50, 150 nearly equal. So 147 Newton. So that is our third one as the content there. A body is moving unidirectionally under the influence of a constant power source. It's a displacement in time t that is proportional to. ഒരു പവർ കോൺസ്റ്റൻ്റ് എന്നാണ് നമ്മളോട് പറയാം. പക്ഷേ ഡിസ്പ്ലേസ്മെൻറ്റുമായിട്ട് നമുക്ക് കണക്ഷൻ വേണം. നമുക്ക് വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം. പവർ എന്ന് പറയുന്നത് വർക്ക് ബൈ ടൈമാണ് അല്ലേ? യെസ്. അപ്പോൾ ടൈമുമായിട്ട് നമുക്കൊരു ചെറിയ റിലേഷനായി. വർക്ക് എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി അല്ലേ? യെസ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു k into t. ഹാഫ് mv square that is equal to k into t, or v square proportional to another constant k into t. നമുക്ക് വേണ്ട റിലേഷൻ എസ്സുമായിട്ടാണ് അല്ലേ? ഡിസ്പ്ലേസ്മെൻറ്റുമായിട്ടാണ്. സോ v പ്രപ്പോർഷണൽ ടു യെസ് ടി റൈസ് ടു ഹാഫ് ആയിട്ട് എടുക്കുക അല്ലേ? കെ മറ്റൊരു കോൺസ്റ്റൻ്റ് ആയിട്ട് എടുക്കും. ഇപ്പോൾ വി എന്ന് പറയുന്നത് സിംപ്ലി ഡി എസ് ബൈ ഡി ടി അല്ലേ? യെസ്. അപ്പോൾ നമുക്ക് റിലേഷൻ ആയി കഴിഞ്ഞു. സോ വി ക്യാൻ ജസ്റ്റ് റിലേറ്റ് വിത്ത് റെസ്പെക്ട് ടു ദ ടൈം ആസ്, സോ ഡി എസ് ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു ടി റൈസ് ടു ഹാഫ് ഡി ടി ആണ്. സോ ദ ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് എങ്ങനെ ടൈമുമായിട്ട് റിലേറ്റഡ് ആണ്. So integral ds as s is equal to k into t raised to 3 by 2 by 3 by 2 between the limits of 0 to t. So s minus 0 is equal to s 2 by 3 k into that t raised to 3 by 2. So s proportional to t raised to 3 by 2. ഇവിടുത്തെ k എന്ന് പറയുന്നത് നമ്മളിവിടെയൊക്കെ ഡീൽ ചെയ്ത് വന്ന എല്ലാ കോൺസ്റ്റൻസുകളും അതിനകത്ത് വന്നിട്ടുണ്ട്. സോ വി ഹാവ് ടു സേ it is proportional to yes t raised to 3 by 2. Next question. A satellite revolving around a planet in an orbit has the time period 6 hours. The mass of the planet is 1/4 the mass of the earth. The radius of orbit planet is. So radius we need to find it. അപ്പോൾ അവിടെ നമ്മുടെ ഈ സെൻട്രിപെറ്റൽ ഫോഴ്സ് ഫോർ ദ സർക്കുലർ മോഷൻ എന്നുള്ള കോൺസെപ്റ്റ് എടുക്കുകയാണെങ്കിൽ that is provided by the gravitational force. So we have to say that m r omega square, so that is equal to g mm division by r square. അപ്പോൾ നമ്മുടെ mm ക്യാൻസൽ ആയി. നമുക്ക് ടൈം പീരീഡുമായിട്ടുള്ള ഒരു കണക്ഷൻ കൂടെ വേണം. സോ നമുക്ക് r ഇൻറ്റു, സോ വി ക്യാൻ ടേക്ക് ദാറ്റ് r ക്യൂബ് ഇൻറ്റു എസ് 2 pi by capital T square, that is equal to gm. So 4 pi square by t square is equal to
GM division by R cube. നമുക്ക് റേഡിയസ് ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കൊന്ന് ഒന്നുകൂടെ റീഅറേഞ്ച് ചെയ്താൽ R cube is equal to GM division by 4 pi square into T square. അപ്പോൾ ആക്ച്വലി R cube പ്രൊപ്പോർഷണൽ ടു എം ടി സ്ക്വയർ ആണ് അല്ലേ. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് കിട്ടിയിരിക്കുക. അപ്പോൾ നമുക്ക് വേണ്ടത് ടു സിറ്റുവേഷനിൽ റേഡിയസിൻ്റെ റേഷ്യോ. അപ്പോൾ R2/R1 എന്ന് പറയുന്നത് നമുക്കിവിടെ 6 മാത്രമായിട്ട് എടുത്താൽ m⁻½ T⁻1 ആവും അല്ലേ. ഗുഡ്. അപ്പോൾ m2/m1 the whole raised to 1/2 times T2/T1. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ മാസ് പ്ലാനറ്റ് ഹാസ് എ ടൈം പീരീഡ് 6. ദ മാസ് ഓഫ് ദ പ്ലാനറ്റ് ഈസ് 1/4 ദ മാസ് ഓഫ് അർത്ത്. അപ്പോൾ m2 എന്ന് പറയുന്നത് 1/4 ഓഫ് മാസ് ഓഫ് അർത്ത്. അപ്പോൾ 1 നമുക്ക് അങ്ങനെ കൺസിഡർ ചെയ്യാം. എന്താണ് T2/T1? അപ്പോൾ സെക്കൻഡ് പീരീഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഗിവൻ ആസ് എസ് ഈക്വൽ ടു 6 hours. എർത്തിൻ്റെത് ദാറ്റ് ഈസ് 24. അപ്പോൾ നമുക്ക് m1 ക്യാൻസൽ ആവാം. സോ റൂട്ട് എടുക്കുമ്പോൾ അത് 1/2 ആയി. സോ 6 ഇറ്റ് ബിക്കംസ് 1/4 ആയി മാറി. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ദാറ്റ് ഈസ് R2/R1. ലിസൺ carefully here. R cube proportional to T square, mt square. This is actually 3 ആണ്. So R cube proportional to m square. So that is equal to R proportional to 1 cube 2/3. So 1/3 the whole raised to 2/3. 1/4 raised to 1/3 into also 1/4 raised to 2/3. So that is 1/4 raised to 1/3 plus 2/3. That is 3/3. That is 1. So that is equal to 1/4. So our answer we need for R2. So R2 is equal to R1/4. So the first radius that is given as is equal to 4.2. That much into 10 to the power of 4. That division by 4. So you get the value as is equal to exactly 1.05 into 10 to the power of 4. So that is the first option as the answer. Good. So keep in mind, actually നമുക്ക് കപ്ലേഴ്സ് ലോയുമായിട്ട് റിലേറ്റ് ചെയ്താൽ മതി. പക്ഷേ ഇവിടെ മാസ് ഓഫ് ദ പ്ലാനറ്റുമായിട്ട് അവർ തമ്മിലുള്ള ഒരു കമ്പാരിസൺ കൂടെ വരുന്നുണ്ട്. അപ്പോൾ 2 കേസസ് എന്നുള്ള കോൺസെപ്റ്റ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് മാസ് കൂടെയുള്ള റിലേഷൻ വേണ്ടി വരുന്നു. സോ നമ്മളതിനെ സെൻട്രിപെറ്റൽ ഫോഴ്സ് ഗിവൺ ബൈ ദ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓഫ് ഇൻട്രാക്ഷൻ. സോ mr⍵² ഇസ് ഈക്വൽ ടു gm/r². നമ്മളവിടെ വന്നപ്പോൾ ടൈം സ്ക്വയറുമായിട്ട് R ക്യൂബ് പ്രൊപ്പോർഷണൽ ടു mt സ്ക്വയർ. സോ നമ്മളതുമായിട്ട് പിന്നെ m⁻⁴ T⁻²/2/3 ഡേറ്റകൾ കൊടുത്തു. സോ യു ഗെറ്റ് ദ കോൺസെപ്റ്റ് ആസ് R2 is equal to R1/4. So that is 1.05 into 10 to the power of 4. Next one. A simple conceptual ആയിട്ടുള്ള കാര്യമാണ്. The electrostatic force and the magnetic force. അപ്പം രണ്ടും അറ്റ് എ ടൈം വരാം. അപ്പോൾ ഓർക്കുക, ഇലക്ട്രിക് ഫോഴ്സ് എന്ന് പറയുന്നത് Q ഇൻറ്റു E വെക്ടറും മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത് ക്രോസ് പ്രോഡക്റ്റ് ആണ് Q ഇൻറ്റു V ക്രോസ് B ആണ്. സോ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഫസ്റ്റ് ആൻസർ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. സോ ദാറ്റ് ഈസ് ദ കണ്ടന്റ് ദെയർ. സാധാരണയുള്ള റിലേഷനായിട്ട് കൺസിഡർ ചെയ്യാം. നെക്സ്റ്റ് വൺ. എ പാർട്ടിക്കിൾ മൂവ്സ് ഇൻ XY പ്ലെയിൻ അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് എ ഫോഴ്സ് F സച്ച് ദാറ്റ് ഇറ്റ്സ് ലീനിയർ മൊമെൻറ്റം ഈസ്. സോ ദാറ്റ് ഈസ് ഗിവൻ ആസ് ഇസ് ഈക്വൽ ടു P with respect to time, that is equal to cos kt that much I cap minus sin kt that much j cap. If k is the constant, then the angle between F and P. മൊമെൻറ്റവും ഫോഴ്സും തമ്മിലുള്ള ആംഗിളാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഫോഴ്സ് മൊമെൻറ്റമായിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യാൻ ഈസിയാണ് അല്ലേ. സോ എഫ് വെക്ടർ ആഫ്റ്റർ എ ടൈം ടി എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റമായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ എഫും പിയും തമ്മിലുള്ള ആംഗിൾ 2 വെക്ടേഴ്സ് അറിയാമെങ്കിൽ നമുക്ക് ഡോട്ടോ ക്രോസോ ഒക്കെ ഉപയോഗിച്ചാൽ മതി അല്ലേ.
കംഫർട്ടായിട്ട് നമുക്കറിയാം രണ്ട് വെക്ടറുകൾ തമ്മിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് സോ ദാറ്റ് ഈസ് ഈക്വൽ ടു എസ് എക്സാക്ട്ലി എഫ് ഡോട്ട് പി ദാറ്റ് ഡിവിഷൻ ബൈ ദാറ്റ് മോഡുലസ് ഓഫ് എഫ് ഇൻറ്റു മോഡുലസ് ഓഫ് പി. സോ ദാറ്റ് ഈസ് ദ കണ്ടന്റ് ദയർ. അപ്പോൾ അതിലാദ്യം നമുക്ക് ഇൻഡിവിജ്വലായിട്ട് മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കണം. എഫ് ഡോട്ട് എഫ് നമുക്കൊന്ന് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ അതിനുവേണ്ടി എഫ് വേണം. അപ്പോൾ ഇതിനെ ഒന്ന് ഡിഫറൻസിയേഷൻ നടത്തിയാൽ കോസ് ഇൻസൈഡ് കെ ഇൻറ്റു ടി അല്ലേ. അപ്പോൾ അതിനെ ഡിഫറൻസിയേറ്റ് ചെയ്യുമ്പോൾ കോസ് ഫംഗ്ഷൻ എടുക്കുമ്പോൾ നമുക്കെപ്പോഴും മൈനസ് ആണ് അല്ലേ. മൈനസ് സൈൻ കെ ടി. അവിടെ ഒരു കാര്യം ഓർക്കുക, ഒരു കോൺസ്റ്റൻറ്റ് കെ കൊണ്ട് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യണം. സോ കെ മൈനസ് കെ സൈൻ കെ ടി ആയി. ദെൻ സൈൻ കെ ടിയെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ യെസ് കെ ഇൻറ്റു കോസ് കെ ടി ദാറ്റ് മച്ച് ഇൻറ്റു ജെ. അപ്പോൾ ഇതാണ് നമുക്ക് അവിടുത്തെ ഫോഴ്സുമായിട്ട് നമുക്ക് കിട്ടിയത്. അപ്പോൾ നമുക്ക് ആദ്യം ഒരു എഫ് ഡോട്ട് പി എന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ എഫ് ഡോട്ട് പി എന്ന് പറയുമ്പോൾ ഈക്വൽ ടു മൈനസ് കെ ഇൻറ്റു യെസ് സൈൻ കെ ടി ഇൻറ്റു കോസ് കെ ടി യെസ് ഐ ഡോട്ട് ഐ. നമുക്കറിയാം ഐ ഡോട്ട് ഐ എന്ന് പറയുന്നത് യെസ് 1 ആയിട്ടാണ് നമ്മളെടുക്കുക. ഗുഡ്. സിമിലർലി ഈ രണ്ട് ടേമുകൾ മൈനസ് മൈനസ് നമുക്ക് പ്ലസ് ആയി. ദെൻ കെ ഇൻറ്റു കോസ് കെ ടി സൈൻ കെ ടി. വീണ്ടും നമുക്കറിയാം ജെ ഡോട്ട് ജെ എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ ഈ രണ്ട് ടേംസും എന്ന് പറയുന്നത് ഈക്വൽ ആണ്. സോ എഫ് ഡോട്ട് പി 0 ആയിട്ട് കിട്ടി. എന്ന് പറയുമ്പോൾ ആ കോസ് തീറ്റയുടെ വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് 0 ആയി മാറി. ദാറ്റ് മീൻസ് തീറ്റ എന്ന് പറയുന്നത് അവർ രണ്ടുപേരും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണ് എന്നാണ്. എന്ന് പറയുമ്പോൾ നമ്മുടെ സാധാരണ ഒരു സർക്കുലർ കോൺസെപ്റ്റ് ഒക്കെ എടുക്കുന്ന സമയത്ത് അവിടെ ആക്ട് ചെയ്യുന്ന സെൻട്രിപെറ്റൽ ഫോഴ്സും ലീനിയർ മൊമെൻറ്റവും അല്ലെങ്കിൽ വെലോസിറ്റിയും ഒക്കെ മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണെന്നുള്ള കണ്ടന്റ് നമുക്ക് ഇവിടെ നമുക്കത് ഉപയോഗിക്കാൻ പറ്റും. സോ ദാറ്റ് ഈസ് അവർ π/2 ഫോർത്ത് ഓപ്ഷനാണ് നമുക്ക് ആൻസറായിട്ട് കിട്ടിയിരിക്കുക. എ വെർനിയർ കാലിപ്പർ ഹാസ് 20 ഡിവിഷൻസ് ഓൺ ദ വെർനിയർ സ്കെയിൽ. ഇപ്പം നമ്പർ ഓഫ് വെർനിയർ സ്കെയിൽ ഡിവിഷൻസ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു 20 എന്നാണ് നമുക്ക് തന്നിരിക്കുന്നത്. which coincides with the 19th division on the main scale. So, the 20 divisions on the vernier scale division is equal to 19th divisions of the main scale. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റ. That means we can say as one vernier scale division എന്ന് പറയുന്നത് 19/20 main scale division ആണ്. അവിടെ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട കാര്യം how to find the least count of a vernier അല്ലെങ്കിൽ വെർനിയർ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് 1 മെയിൻ സ്കെയിൽ ഡിവിഷൻ മൈനസ് 1 വെർനിയർ സ്കെയിൽ ഡിവിഷൻ ആണ് അല്ലേ. നമുക്കിവിടെ 1 MSD ആണ് വേണ്ടത്. സോ നമുക്ക് 1 വെർനിയർ സ്കെയിൽ ഡിവിഷന് പകരം നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 19/20 MSD. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 MSD 1 that is equal to 1 minus 19/20. So that is equal to 1 MSD into that is equal to 1/20. അതാണ് നമുക്ക് ലീസ്റ്റ് കൗണ്ട് ആയിട്ട് കിട്ടി. നമുക്ക് വേണ്ടത് 1 മെയിൻ സ്കെയിൽ ഡിവിഷൻ്റെ വാല്യൂ ആണ് അല്ലേ. സോ 1 MSD is equal to that is equal to 20 times of the least count. The least count it is given as is equal to that 0.1 mm. So that is equal to, we can write it to be as 2 mm is the answer. That means our first option is the answer for the question. A series LCR circuit is subjected to an AC signal that is a potential VRMS value is given as 200 with 50 Hertz. If the voltage across the inductor L is given, that is 31.4, then the current in the circuit. ഇപ്പോൾ ഇവിടെ ഒരു ഇൻഡക്ടർ സർക്യൂട്ടിൻ്റെ കാര്യമാണ് കണ്ടുപിടിക്കേണ്ടത്, കറണ്ടാണ്. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് വോൾട്ടേജ് അക്രോസ് ദ ഇൻഡക്ടർ എന്ന് പറയുന്നത് കറണ്ട് അക്രോസ് ഇറ്റ് ഇൻ ടു ദ റെസിസ്റ്റൻസ്, നമുക്കതിനെ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് എന്ന് പറയാം അല്ലേ. ഒരു ഇൻഡക്ടറിലൂടെയുള്ള റെസിസ്റ്റൻസ് ടു ദ ഫ്ലോ ഓഫ് കറണ്ട് വി ക്യാൻ റൈറ്റ് ടു ബി എസ് XL. സോ നമുക്ക് വേണ്ടത് IRMS വാല്യൂ ആണ് അല്ലേ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു VL ഡിവിഷൻ ബൈ
എക്സൽ എന്ന് പറയുന്നത് ഒമേഗ എൽ ആണ് അല്ലേ? യെസ്, അതിനെ നമുക്ക് ഒമേഗയെ ഒന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്താൽ 2πf ഇൻറ്റു എൽ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. വി എൽ ഇറ്റ് ഈസ് ഗിവൻ ആസ് ഐ ജസ്റ്റ് റൈറ്റ് ടു ബി ആസ് 3.14 ഇൻറ്റു 10 എന്ന് എഴുതുകയാണ്. ദ ഡിവിഷൻ ബൈ 2 ഇൻറ്റു 3.14 ഇൻറ്റു the frequency as 50 into inductance as a 10 into 10 to the power of minus 3 ആണ്. 3.14 cancel ആണ്. 2 into 50 100 ആണ്. 100 into 10 1000 ആണ്. So that is cancel. So you get the answer as is equal to 10 ampere. That means our second option is the answer. ഒന്ന് ശ്രദ്ധിക്കേണ്ട പക്ഷെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. So that is a force that restores an elastic body of unit area of its original state. So after the removal of deforming forces, it regains its original structure only because of the restoring force developed. And that restoring force developed per unit area, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ദാറ്റ് ഈസ് എ സ്ട്രെസ്. സോ ദാറ്റ് ഈസ് ദ ഫസ്റ്റ് കോൺസെപ്റ്റ്, ദാറ്റ് ഈസ് എ, ദാറ്റ് ഈസ് ഈക്വൽ ടു തേർഡ് വൺ. നെക്സ്റ്റ് കണ്ടന്റ്, ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സസ് പാരലൽ ടു ദ ഓപ്പോസിറ്റ് ഫേസസ്. ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് കണ്ടന്റ് ഇൻ യുവർ മൈൻഡ്. അപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ഐഡിയ, ഇപ്പോൾ നമ്മൾ ഒരു ക്യൂബിക്കൽ ബ്ലോക്കാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ക്യൂബിക്കൽ ബ്ലോക്കിൽ നമ്മൾ പാരലായിട്ടൊരു ഫോഴ്സ് കൊടുക്കുക. അപ്പോൾ ഇവിടെ അത് റിജിഡലി ഫിക്സഡ് ആണ് എന്ന് വിചാരിക്കുക. അപ്പോൾ സ്വാഭാവികപരമായിട്ട് നമ്മൾ ടാൻജൻഷ്യലായിട്ടൊരു ഫോഴ്സ് കൊടുത്താൽ അതിന് കറസ്പോണ്ടിങ് ഒരു റീസ്റ്റോറിങ് ഫോഴ്സ് ഈ ഡയറക്ഷനിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അത് നമ്മൾ എന്തുമാത്രം ടാൻജൻഷ്യൽ ഫോഴ്സ് കൊടുക്കണോ അതിന് ഇക്വലൻ്റ് എന്നുള്ള കോൺസെപ്റ്റിലായിരിക്കും. അതുകൊണ്ട് തന്നെ ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സസ് ബട്ട് ദേ ആർ ആക്ടിങ് പാരലൽ ടു ദ സർഫസ്, ദാറ്റ് വിൽ ലീഡ് ഫോർ ദ ടാൻജൻഷ്യൽ കോൺസെപ്റ്റ് or shearing concept ആയിട്ട് അത് മാറും എന്നർത്ഥം. യെസ്, സോ വി ഗെറ്റ് ദ ആൻസർ as actually the first one. സോ ബി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഫോർ ദ ഫോർത്ത് വൺ. അടുത്ത, ദ ഫോഴ്സസ് പെർപെൻഡിക്കുലർ എവരിവെയർ ടു ദ സർഫസ് പെർ യൂണിറ്റ് ഏരിയ സെയിം എവരിവെയർ. എപ്പോഴും ഫോഴ്സസ് എല്ലായിടത്തും പെർപെൻഡിക്കുലറായിട്ട്, അവിടെയാണ് നമ്മുടെ ബൾക്ക് കോൺസെപ്റ്റ് വരേണ്ട കാര്യം. ഇപ്പോൾ നമ്മളൊരു സ്പിയറാണ് എടുക്കുന്നതെങ്കിൽ ഈ സ്പിയർ ഇപ്പോൾ ഇൻസൈഡ് വാട്ടർ എന്നുള്ള കണ്ടൻ്റ് ആണെങ്കിൽ അവിടെ ആക്ട് ചെയ്യുന്ന പ്രഷർ ഫോഴ്സ് എന്ന് പറയുന്നത് എപ്പോഴും നോർമൽ ടു ദ സർഫസ് ഏരിയ ആണ്. അതുകൊണ്ടാണ് നമ്മൾ ബൾക്ക് സ്ട്രെസ്സിന് പകരം കറസ്പോണ്ടിങ് ആയിട്ട് പ്രഷർ എന്ന് എടുത്തുന്നത് തന്നെ കാരണം. അതുകൊണ്ട് തന്നെ നമ്മുടെ സി ചോയ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇക്വലൻ്റ് ടു ദ ഫസ്റ്റ് വൺ. നെക്സ്റ്റ് വൺ, ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സസ് പെർപെൻഡിക്കുലർ ടു ദ ഓപ്പോസിറ്റ് ഫേസസ്. അവിടെ നമ്മൾ ബേസിക് ആയിട്ട് അറിയേണ്ട കാര്യം പെർപെൻഡിക്കുലർ ടു ദ ഓപ്പോസിറ്റ് ഫേസസ്. അപ്പോൾ നമ്മളൊരു റോഡ് എന്നുള്ള ഒരു കണ്ടൻ്റ് ഒന്ന് എടുക്കുകയാണെങ്കിൽ ഇവിടെ നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത് ലൈക്ക് ദിസ് വൺ. യെസ്, ഇവിടെ ഫേസസിന് പെർപെൻഡിക്കുലർ ആയിട്ട്. അപ്പോൾ ഒരു ലോഞ്ചിറ്റ്യൂഡിനൽ കണ്ടൻ്റ് ആണ് അല്ലേ? അവിടെയാണ് നമുക്ക് ലെങ്ത്തിന് ഇലോങ്ങേഷൻ ഉണ്ടാകുക. അല്ലെങ്കിൽ ഇതിന് കംപ്രസീവ് കോൺസെപ്റ്റിലാണ് കൊടുക്കുന്നതെങ്കിൽ അവിടെ ലെങ്ത് കുറഞ്ഞ് റേഡിയസ് കൂടിയ സിറ്റുവേഷൻ. സോ അതിനാണ് നമ്മൾ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ്, ടെൻസൈൽ സ്ട്രെസ് എന്നോ അല്ലെങ്കിൽ കംപ്രസീവ് സ്ട്രെസ് എന്നോ ഒക്കെ നമ്മൾ വിളിച്ചത്. ദാറ്റ് ഈസ് ആക്ച്വലി കണക്ഷൻ വിത്ത് ദാറ്റ് യങ്സ് മോഡുലസ് കോൺസെപ്റ്റ്. ലെങ്തിനാണ് അവിടെ ആക്ച്വലി വ്യത്യാസം വരുന്നത്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന എന്ന് വെച്ചാൽ നമ്മുടെ ലെങ്തിന് പാരലായിട്ട് ആണ് എന്ന് വെച്ചാൽ ഏരിയ ക്രോസ് സെക്ഷന് പെർപെൻഡിക്കുലറായിട്ടാണ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നതെങ്കിലും ലെങ്തിന് പാരലായിട്ടാണ് ഫോഴ്സ് നമ്മൾ ആക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇറ്റ് വിൽ ലീഡ് ടു ദ ലീനിയർ സ്ട്രെയിൻ. സോ നത്തിങ് ബട്ട് ദ യങ്സ് മോഡുലസ് ആയിട്ട് നമുക്ക് പറയാം. ഡി ഫോർ സെക്കൻഡ് വൺ. ടോട്ടലായിട്ട് നമുക്ക് ഫസ്റ്റ് ചോയ്സ് ആൻസർ ആയിട്ട് പറയാം. ദ സ്റ്റേറ്റ്മെൻറ്റ് 1, when the white light passed through a prism, the red light bends lesser than yellow and violet. The refractive indices are different for different wavelength in dispersive medium. I just stick on to the statement 2 at first, and there for a dispersing medium, the Cauchy's relation, that is very important. What is that? The mu is equal to a plus b by lambda square plus
എക്സെട്ര ടു ഇൻഫിനിറ്റി. സോ സി ബൈ ലാംഡ റേസ് ടു 4 പ്ലസ് എക്സെട്ര. അവിടെ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് സാധാരണ തരുന്നത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. നമ്മൾ ഇക്വേഷൻസ് ഒക്കെ കൊടുക്കുമ്പോൾ അത്തരത്തിലുള്ള ഒരു ഡേറ്റ ആയിരിക്കും കൊടുക്കുക. അപ്പോൾ ലാംഡ കൂടുന്ന സമയത്ത് മ്യൂ കുറയുന്നു എന്നൊരു കോൺസെപ്റ്റ്, അതാണ് നമുക്ക് ആക്ച്വലി ആ റിലേഷനിൽ നിന്ന് നമുക്ക് കിട്ടുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് കോൺസെപ്റ്റ് സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് ഉറപ്പായിട്ട് ഡിഫറൻ്റാണ്. ഇനി ആ പ്രിസത്തിൻ്റെ കേസിൽ നമുക്ക് മ്യൂവുമായിട്ടുള്ള ഡിപ്പെൻഡൻസ് ഒരു സ്മാൾ ആംഗിൾഡ് പ്രിസത്തിൽ നമ്മൾ ഡെറൈവ് ചെയ്തിട്ടുണ്ട് അല്ലേ? യെസ്. അപ്പോൾ അവിടെ നമുക്ക് പറയാം ദറ്റ് മ്യൂ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ലാംഡ. സോ ഡെൽറ്റ പ്രൊപ്പോർഷണൽ ടു 1 by lambda. Lambda red is greater than lambda violet, and hence the deviation for violet that is greater compared to that red. So violet light got more deviation compared to that red light. So we can just take the two aspects are aim നമ്മളുടെ ഫസ്റ്റും സെക്കൻഡും അല്ലേ? യെസ്, ബോത്ത് ആർ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണ്. സോ വി ക്യാൻ ടേക്ക് ദ സെക്കൻഡ് ഓപ്ഷൻ ആസ് ദി ആൻസർ. ദി ആങ്കുലാർ മൊമെൻറ്റം ഓഫ് ആൻ ഇലക്ട്രോൺ ഹൈഡ്രജൻ ആറ്റം ഈസ് പ്രൊപ്പോർഷണൽ ടു ആറുമായിട്ടാണ് നമുക്ക് റിലേറ്റ് ചെയ്യേണ്ടത്. ആങ്കുലാർ മൊമെൻറ്റം എന്ന് പറയുന്നത് സാധാരണ MVR എന്ന് നമുക്ക് കൊടുക്കാം അല്ലേ? യെസ്. അപ്പോൾ നമുക്ക് ഇനി വിയും കൂടെ നമുക്കൊന്ന് റിലേറ്റ് ചെയ്യണം. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. ഒരു സാധാരണ ഒരു കേസ് എടുക്കുകയാണെങ്കിൽ ഒരു ന്യൂക്ലിയസിന് ചുറ്റും അല്ലെ ഹൈഡ്രജൻ ലൈക്ക് അല്ലേ, അപ്പോൾ ഒരു 6 റേഡിയസിലുള്ള ഒരു ഇലക്ട്രോൺ ട്രാവൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് വേണ്ട സെൻട്രിപെറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മളുടെ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് ഇൻട്രാക്ഷനാണ്. സോ സ്വാഭാവികപരമായിട്ട് R നമുക്ക് കട്ട് ചെയ്യാം. സോ V² ഈക്വൽ ടു K/M ഇൻറ്റു E²/R ആണ്. സോ V എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു K ഇൻറ്റു E² ഡിവിഷൻ ബൈ നമുക്ക് V ആണ് വേണ്ടത്, ദാറ്റ് ബൈ MR ദ ഹോൾ റേസ് ടു ഹാഫ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് V പ്രൊപ്പോർഷണൽ ടു 1/√R അല്ലേ? സോ ദാറ്റ് ഈസ് ഈക്വൽ ടു M ഇൻറ്റു K/√R. K ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് ഞാൻ എടുത്തു. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു L പ്രൊപ്പോർഷണൽ ടു R/R റേസ് ടു ഹാഫ് ആണ്. So that is equal to R raised to 1 minus 1/2 ആണ്. So that is equal to R raised to 1/2. So that is √R എന്ന അർത്ഥം. So we get the first option as the answer. അപ്പോൾ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, ഓർമ്മയിരിക്കട്ടെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A hollow sphere is rolling on a plane surface about its axis of symmetry. The ratio of rotational kinetic energy to total kinetic energy is x/5. The value of x is. അപ്പോൾ നമ്മളൊരു സാധാരണ ഒരു സ്പെറിക്കൽ ബോഡീസ്, അത് റിങ്ങോ ഡിസ്കോ സോളിഡ് സ്പിയറോ ഹോളോ സ്പിയറോ സിലിണ്ടറോ, അപ്പോൾ ഇവിടെ നമുക്ക് ചോദിച്ചിരിക്കുന്ന കാര്യം റൊട്ടേഷണൽ കൈനറ്റിക് എനർജി ടു ടോട്ടൽ കൈനറ്റിക് എനർജി എന്നാണ്. റൊട്ടേഷണൽ കൈനറ്റിക് എനർജി ബൈ ടോട്ടൽ എന്ന് പറയുമ്പോൾ ലീനിയർ കൈനറ്റിക് എനർജി പ്ലസ് റൊട്ടേഷണൽ കൈനറ്റിക് എനർജിയാണ്. റൊട്ടേഷണൽ കൈനറ്റിക് എനർജി that is equal to half I omega square, that division by that half m v square plus half I omega square. ഇതാണ് നമ്മുടെ പ്രധാനപ്പെട്ട കണ്ടന്റ്. ഒരു ഹാഫ് നമുക്കൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞാൽ നമ്മൾ ഏതൊരു ഓബ്ജക്റ്റിനും സഹായിക്കാൻ പറ്റുന്ന തരത്തിൽ മൊമെന്റ് ഓഫ് ഇനേർഷ്യയ്ക്ക് ഒരു മാറ്റം വരുത്തിയാൽ നമുക്ക് ഇൻ ടേംസ് ഓഫ് റേഡിയസ് ഓഫ് ജനറേഷനിലേക്ക് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ mk² എന്ന് കൊടുക്കുക അല്ലേ? ആൻഡ് ഒമേഗ V = R ഒമേഗയാണ്. സ്വാഭാവികപരമായിട്ട് V² ഡിവിഷൻ ബൈ R² ആയിട്ട് എടുക്കുക. സോ M ഇൻറ്റു V² പ്ലസ് mk² ഇൻറ്റു ദാറ്റ് V² ഡിവിഷൻ ബൈ R². അവിടെ V² നമുക്കൊന്ന് കട്ട് ചെയ്ത് കളയാം. സോ യു ക്യാരി ദ വാല്യൂ as k² ബൈ R² ബൈ 1 പ്ലസ് k² ബൈ R². എന്താണ് k² ബൈ R²? അതിവിടെ ഒരു ഹോളോ സ്പിയറുമായിട്ട് നമുക്ക് എങ്ങനെ റിലേറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ റിങ്ങോ ഡിസ്കോ സോളിഡ് സ്പിയർ ഒക്കെ നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റും. സോ അവിടെ നമ്മുടെ ഓർത്തിരിക്കണം മൊമെന്റ് ഓഫ് ഇനേർഷ്യയുടെ വാല്യൂ എന്ന് പറയുന്നത് എന്താണോ അതാണ് നമുക്ക് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട കാര്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ k² ബൈ R², mk² എന്ന് പറയുന്നത് ഒരു ഹോളോ സ്പിയറിൻ്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ 2/3 mr² സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ
നമുക്ക് വേണ്ട k² ഫോർ എ ഹോളോസ്ഫിയർ എന്ന് പറയുന്നത് 2/3 ആണ്. സോ നമ്മളതൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ ശ്രമിച്ചാൽ 2/3/1 + 2/3 that is equal to 5/3. So you get the value as 2/5. So that is the content, you get the value. But that 2/5 here it is labeled as that x/5. So x take the value as is equal to 2. That is the content. നല്ല നമ്മൾ തിയറി നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ നല്ല സാധ്യതയുള്ള ക്വസ്റ്റ്യനാണ്. പക്ഷേ ഒരു ട്രെയിനിങ്ങിൻ്റെ ആവശ്യം നന്നായിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ വളരെ ഈസിയോടെ നിങ്ങൾക്ക് ആൻസറിലേക്ക് വരാൻ പറ്റും. ദ ഷോർട്ടസ്റ്റ് വേവ് ലെങ്ത് ഓഫ് ദ സ്പെക്ട്രൽ ലൈൻസ് in the Lyman series of hydrogen spectrum, that is 915 angstrom. Lyman series. ഷോർട്ടസ്റ്റ് വേവ് ലെന്ത് എന്ന് പറയുമ്പോൾ ഫ്രീക്വൻസി വളരെ കൂടുതൽ. യെസ്, അപ്പോൾ ഉറപ്പായിട്ടും ഇൻഫിനിറ്റിയിൽ നിന്നുള്ള അല്ലേ, യെസ്, ഇനിഷ്യലായിട്ടുള്ളത് ഇൻഫിനിറ്റിയിൽ നിന്നായിരിക്കണം, അവസാനം വരേണ്ടത് യെസ് ലൈമാൻ സീരീസ് വരുമ്പോൾ 1 എന്ന് പറയുന്ന കോൺസെപ്റ്റിലേക്കായിരിക്കും. അപ്പോൾ അതിൻ്റെ ഷോർട്ടസ്റ്റ് വേവ് ലെന്താണ് നമുക്ക് തന്നിരിക്കുക. അപ്പം നമുക്കറിയാം 1/λ എന്ന് പറയുന്നത് നമ്മുടെ ലൈമാൻ കോൺസെപ്റ്റ് ബേസ് ചെയ്തിട്ട് RH ഇൻറ്റു യെസ് 1/NF² that is 1² minus 1/NI², that is infinity. That is given as is equal to 915. So 915 angstrom. That is given as is equal to RH. സോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് കണ്ടന്റ് നമുക്ക് തന്നിരിക്കും. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ കേസ് നമുക്ക് എങ്ങനെ കൺസിഡർ ചെയ്യാൻ പറ്റും? ദ ലോങ്സ്റ്റ് വേവ് ലെങ്ത് ഓഫ് ദ സ്പെക്ട്രൽ ലൈൻസ് ഇൻ ദ ബാൽമർ സീരീസ്. അപ്പം വേവ് ലെങ്ത് കൂടുതലെന്ന് പറയുമ്പോൾ അവർ തമ്മിലുള്ള ഗ്യാപ്പ് വളരെ കുറയണം അല്ലേ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ലൈനായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അതാണ് ലോങ്ങസ്റ്റ് വേവ് ലെങ്ത് എന്ന് പറയാം. അപ്പോൾ ബാൽമർ സീരീസിൻ്റെ ഫസ്റ്റ് ലൈൻ എന്ന് പറയുന്നത് RH ഇൻറ്റു, സോ അവിടെ ബാൽമറിലെ എല്ലാ ലൈനും വന്നു ചേരേണ്ട n is equal to 2 അല്ലേ. അതിൻ്റെ ഫസ്റ്റ് ലൈൻ എന്ന് പറയുമ്പോൾ ഫൈനൽ വാല്യൂ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിരിക്കണം? 3 എന്ന് തുടങ്ങണം. അപ്പോൾ അവിടെ NF എന്ന് പറയുന്നത് 3 ആണ്, N ഇനിഷ്യൽ എന്ന് പറയുന്നത് 3 ആണ്, NF എന്ന് പറയുന്നത് 2 ആയിരിക്കണം. സോ 2² minus 1/3². സോ ദാറ്റ് ഈസ് ഈക്വൽ ടു RH ഇൻറ്റു ദാറ്റ് ഈസ് 1/4 minus 1/9. So that is equal to RH into 9 minus 4, that 5 division by 4 into 9. So that is 1/λ. That is we need to find it. അപ്പോൾ നമുക്ക് നമ്മുടെ 1ഉം രണ്ടാമത്തെ ഇക്വേഷനും തമ്മിൽ ഒന്ന് റേഷ്യോ എടുത്താൽ λ/915 angstrom is equal to that RH division by that 5 RH by 4 into 9. RH cancel. So 36/5. So our answer we need is lambda, the longest wavelength in Balmer, that is 915 angstrom, that much into 36, that division by 5. And on solving, you get the value as is equal to, yes, 6588 angstrom. So that is the answer. So that is the 52nd. Next one. The maximum height reached by a projectile is 64 meter. If the initial velocity is halved, the maximum height of the projectile is. നമുക്ക് ഒരു ഒബ്ലിക് പ്രൊജക്ഷൻ കൺസിഡർ ചെയ്യുന്ന സമയത്ത് അവിടുത്തെ മാക്സിമം ഹൈറ്റ് തീരുമാനിക്കുന്ന കോൺസെപ്റ്റ് നമുക്കറിയാവുന്നുള്ള കാര്യം. മാക്സിമം ഹൈറ്റ് എന്ന് പറയുന്നത് u² sin² θ ഡിവിഷൻ ബൈ 2g. ഇവിടെ ആംഗിൾ മാറുന്നില്ല അല്ലേ. അപ്പം നമുക്ക് തന്നെ അറിയാം h എന്ന് പറയുന്നത് ആരെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ? u ആണ്. അങ്ങനെയാണെങ്കിൽ രണ്ട് കേസസ് ആയിട്ട് നമുക്ക് എങ്ങനെ എഴുതാം? h2/h1 എന്ന് പറയുന്നത് u2/u1 ദ ഹോൾ സ്ക്വയർ ആണ്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന കണ്ടന്റ് ദ ഇനിഷ്യൽ വെലോസിറ്റി ഈസ് ഹാവ്ഡ് എന്നാണ്. അപ്പോൾ അങ്ങനെ എങ്ങനെ നമുക്ക് ഡീൽ ചെയ്യാൻ വരും? ഇനിഷ്യൽ വെലോസിറ്റി ഈസ് ഹാവ്ഡ്, സോ u1/2 ആണ്.
that much into u1 the whole square. So 1 by 4 ആണ്. Therefore h2 take the value as is equal to h1 by 4, 64 by 4. So you get the answer as a 16. So that is the content. So 60 meter ആണ്. അപ്പോൾ 16 ആയിട്ട് നമുക്ക് ആൻസർ കിട്ടി. So that is the concept. Next one. വീണ്ടും വളരെ ഈസി ആയിട്ടുള്ള വേവ്സ് എന്ന ചാപ്റ്ററിലെ ഒരു കണ്ടൻ്റാണ്. ലുക്ക് ഹിയർ. A sonometer wire of resonating length 90 cm has a fundamental frequency of 400 Hz when kept under some tension. The resonating length of the wire with the fundamental frequency 600 Hz under same tension. അപ്പോൾ നമ്മൾ സാധാരണ ഒരു സ്ട്രിങ് ബേസ് ചെയ്തിട്ടുള്ള ഒരു വേവ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 1/12 into root of t by mu1. ഒരേ ടെൻഷനാണ്, ഒരേ മെറ്റീരിയലാണ്. സോ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ ലെങ്ത് ആണ്. അപ്പോൾ നമുക്ക് വേണ്ട കോൺസെപ്റ്റ് ദ റെസൊനേറ്റിംഗ് ലെങ്ത് ആണ് അല്ലേ. അപ്പോൾ നമുക്ക് രണ്ട് കേസസ് ആയിട്ട് എടുത്താൽ F2 by F1 എന്ന് പറയുന്നത് L1 ഡിവിഷൻ ബൈ L2 ആണ്. സോ സെക്കൻഡ് ലെങ്ത് എന്ന് പറയുന്നത് L1 F1 ദ ഡിവിഷൻ ബൈ F2 ആണ്. സോ ഫസ്റ്റ് ലെങ്ത് ആയിട്ട് നമുക്ക് തന്നിരിക്കുന്നത് 90 സെൻറ്റിമീറ്റർ ആണ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് അവൻ്റെ ഫ്രീക്വൻസി 400 ആണ്, സെക്കൻഡ് 600 ആണ്. സോ 2/3 ദ ടൈംസ് ഓഫ് 90. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 2 into 30, that is equal to 60. So you get the concept as a 60 centimeter. That is the answer. We can move with the next question. The electric field at a point P due to an electric dipole is capital E. The electric field at a point R on equatorial line will be E by x, the value of x. അപ്പോൾ അവിടെ ഇപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഡൈപോളിൽ ആർ സെപ്പറേഷനിലാണ് പി എന്ന് പറയുന്നത് ഫസ്റ്റ് പോയിന്റ്. അതൊരു ആക്സിയൽ പോയിന്റ് ആണ് അല്ലേ. പിന്നെ രണ്ടാമത്തെ പോയിന്റ് നമ്മുടെ ആറാണ്. പക്ഷെ ആ ആർ പോയിന്റ് എന്ന് പറയുന്നത് 2r സെപ്പറേഷൻ അകലെയാണ് ഇരിക്കുക. അപ്പോൾ നമുക്ക് അറിയാവുന്നുള്ള കേസ് ഈ ആക്സിയൽ എന്ന് പറയുന്നത് സിംപ്ലി യു നോ ദാറ്റ് ഈസ് 1/4πε0 into 2p by എക്സാക്ട്ലി ആർ ക്യൂബ്. ഇതാണ് നമുക്ക് ആക്സിയലിൽ നമുക്ക് പറയാൻ പറ്റുക. അപ്പോൾ അതേപോലെ ഈ ഇക്വറ്റോറിയൽ വരുമ്പോൾ കെ ഇൻറ്റു എസ് പി ഡിവിഷൻ ബൈ അവിടുത്തെ സെപ്പറേഷൻ മാത്രം ഒന്ന് ശ്രദ്ധിക്കുക, 2r ടൈം. അപ്പോൾ നമുക്ക് വേണ്ടത് എക്സ് ആണ് ഇക്വറ്റോറിയൽ ലൈനിലുള്ള. അപ്പോൾ ഈ കെ ഇസ് ഈക്വൽ ടു കെ പി ബൈ 2 ക്യൂബ് ദാറ്റ് ഈസ് 1/8 r ക്യൂബ്. സോ കെ പി ബൈ ആർ ക്യൂബ് ഈസ് വാട്ട്? കെ p by r cube. So that is equal to E axial by 2. E axial by 2. So that is നമുക്ക് ഇവിടെ പറഞ്ഞിരിക്കുന്ന കണ്ടന്റ് എന്ന് പറയുന്നത് E axial by 16 that is equal to E by x. അപ്പോൾ നമ്മുടെ x ആണ് നമ്മുടെ ചോദ്യം. So that is equal to 16. So 16 is the answer. In a single slit experiment, a parallel beam of green light of wavelength 550 nanometer passes through a slit of width 0.2 millimeter. The transmitted light is collected at a screen 100 centimeter away. The distance of the first order minima from the center maximum. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ വൈസ് ചെയ്ത് നിങ്ങൾ പഠിച്ചിട്ടുള്ള കണ്ടന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഡിഫ്രാക്ഷൻ്റെ ഡേറ്റകളെല്ലാം തന്നെ നമുക്കറിയാം ഇൻഡഫറൻസിന് ജസ്റ്റ് ഓപ്പോസിറ്റ് തരത്തിൽ ചിന്തിച്ചാൽ മതിയെന്ന് നമുക്കറിയാം അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ ഉണ്ടായ so we need to find the angle between the location. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ ലൊക്കേഷനാണ്, ഫസ്റ്റ് മിനിമം വരെയുള്ള ലൊക്കേഷൻ ഫ്രം ദ സെൻറ്റർ മാക്സിമം. അപ്പോൾ അത് നമ്മുടെ ഫസ്റ്റ് മാക്സിമം ഇൻ ഇൻഡഫറൻസ് എന്നുള്ള കണ്ടൻറ്റിൽ ഒന്ന് ഓർത്തിരിക്കുക. സോ n is equal to n lambda capital D division by the spacing between the അല്ലെങ്കിൽ സ്ലിറ്റ് വിഡ്ത്ത് ആയിട്ട് നമുക്ക് പറയാം n lambda capital D by small I. n എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ആണ്,
ലാംഡ എന്ന് പറയുന്നത് 550 നാനോമീറ്റർ ആണ്. ദെൻ ക്യാപിറ്റൽ ഡി എന്ന് പറയുന്നത് 1 മീറ്റർ ആണ്. സെപ്പറേഷൻ എന്ന് പറയുന്നത് എസ് എ 0.2 ഇൻറ്റു 10⁻³ ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 550/2 ഇട്ടാൽ നമുക്ക് ആൻഡ് ഹിയർ 550 നാനോയാണ്, ഓർക്കണേ -9 ആണ്. അപ്പോൾ 2 × 10⁻⁻9/-4 ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 200 and 500 250. സോ 275 ഇൻറ്റു 10⁻⁻5. ഗുഡ്. അപ്പോൾ നമുക്ക് ഈ വാല്യൂ ആണ് നമുക്ക് വേണ്ടത്, എക്സ്. സോ എക്സ് ഈസ് ഈക്വൽ ടു 275. So that is the answer. A hydraulic press containing water has 2 amps with the diameters 14 cm and 1.4 cm. A force of 10 Newton is applied on the surface of water in the thinner arm. The force required to be applied on the surface of the water in the thicker arm to maintain the equilibrium. അപ്പോൾ നമുക്ക് തിന്നർ എന്നുള്ളത് 1 ആയിട്ട് ഞാനൊന്ന് എടുക്കുകയാണ്, തിക്കർ എന്നുള്ളത് 2 ആണെങ്കിൽ, അപ്പോൾ പാസ്കൽസ് ലോ പ്രകാരം P1 P2 സെയിം ആണ്. ദാറ്റ് ഈസ് F1 ഡിവിഷൻ ബൈ ഏരിയ ഈസ് ഈക്വൽ ടു F2 ഡിവിഷൻ ബൈ ഏരിയ. അപ്പോൾ ഏരിയ നമ്മൾ ഡീൽ ചെയ്താൽ പ്രപ്പോർഷണൽ ടു നമുക്കറിയാം പൈ ഇൻറ്റു, ഓക്കെ, ഇവിടെ നമുക്ക് ഡയമീറ്റേഴ്സാണ് തന്നിരിക്കുന്നത് അല്ലേ. ഓക്കെ, പൈ d1²/4 ഈക്വൽ ടു ദാറ്റ് ഈസ് F1, F2 ബൈ പൈ ഇൻറ്റു d2² division by 4. So pi/4 cancel. And our aim is to find what is the value for F2. So F2, how much force we have to applied on the thicker one. So F2 is equal to F1 into that d2/d1 the whole square. So that is equal to F1 നമ്മൾ തിന്നറിൽ കൊടുത്തത് 10 Newton ആണ്, that much into d2. സെക്കൻഡ് വണ്ണിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് 14 cm ആണ്, ദാറ്റ് ഡിവിഷൻ ബൈ 1.4 cm ആണ്, ദാറ്റ് മച്ച് സ്ക്വയർ ആണ്. സോ 100 ആണ്. സോ നമ്മൾ ആ റേഷ്യോ എടുത്താൽ സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 10 ഇൻറ്റു ആൻഡ് ഹിയർ ഇറ്റ് ബിക്കംസ് 10 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 100 ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 1000. സോ ദാറ്റ് ഈസ് ദ കണ്ടന്റ്. എ വയർ ഓഫ് റെസിസ്റ്റൻസ് 20 ohm ഈസ് ഡിവൈഡഡ് ഇൻറ്റു 10 equal parts. ഒരു പാർട്ട് 20 ohm അല്ലേ, അപ്പോൾ 10 equal പാർട്ട്. അപ്പോൾ ഈച്ച് പാർട്ടിൻ്റെ റെസിസ്റ്റൻസ്, സോ ദാറ്റ് ബിക്കം ഈക്വൽ ടു യെസ് എക്സാക്ട്ലി 2 ohm. ദാറ്റ് ഈസ് 20/10, 2 ohm. A combination of 2 parts are connected in parallel and so on. Now resulting pairs of parallel combination are connected in series. അപ്പോൾ നമുക്ക് 2 പേരെ ഒരുമിപ്പിക്കുകയാണ് അല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു കണക്ഷൻ എന്ന് പറയുന്നത് ഇതായിരിക്കും. യെസ്, അപ്പോൾ ദാറ്റ് ഈസ് 2 ohm 2 ohm. അപ്പം അങ്ങനെ 5 കേസ് വരുമ്പോൾ 1 2 3 4 നമ്മുടെ യെസ് 10 ആൾക്കാരുമായി അല്ലേ. യെസ്, ഗുഡ്. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് കാര്യങ്ങളായി കഴിഞ്ഞു. ദ ഇക്വലൻ്റ് റെസിസ്റ്റൻസ് ഓഫ് ദ ഫൈനൽ കോമ്പിനേഷൻ അതാണ് നമുക്ക് കണ്ടുപിടിക്കുക. അപ്പോൾ 2 2 കൂടെ ഫൈനൽ ആകുമ്പോൾ എത്രയാവും? 1 ohm ആണ് അല്ലേ. യെസ്, പാരലൽ കോമ്പിനേഷനാണ്. അപ്പോൾ അവിടെ ആക്ച്വലി 1 ohmൻ്റെ 5 കോമ്പിനേഷൻസ് ആയിട്ട് മാറിക്കഴിഞ്ഞു അല്ലേ. സോ അങ്ങനെ വരുമ്പോൾ നമുക്കതിൻ്റെ ആർ എഫക്റ്റീവ് എന്ന് പറയുന്നത് NR ആയിട്ട് എടുക്കാം അല്ലേ. സോ N എന്ന് പറയുന്നത് ഇവിടെ 5 ആണ്, R എന്ന് പറയുന്നത് 1 ohm ആണ്. സോ 5 ohm ആയിട്ട് എടുക്കാം. ദ കറണ്ട് ഇൻ ആൻ ഇൻഡക്ടർ ഈസ് ഗിവൺ ബൈ ദാറ്റ് ഈസ് I is equal to that 3t plus 8. The magnitude of induced EMF in the inductor is 12 millivolt. The EMF induced is 12 milli. The self-inductance of the inductor is, അപ്പം EMF induce ചെയ്യുക എന്ന് പറയുമ്പോൾ L into di/dt അല്ലേ. അപ്പം അങ്ങനെ വരുമ്പോൾ ഇൻഡക്റ്റൻസ് എന്ന് പറയുന്നത് ഇൻഡ്യൂസ്ഡ് EMF ബൈ
the rate of change of current അല്ലേ? Good. അപ്പോൾ അങ്ങനെയാണെങ്കിൽ di/dt, so that is equal to 3 into dt/dt, അത് 1 ആയി മാറി. ഇപ്പോൾ 3 എന്നാണ് നമുക്ക് കിട്ടിയത് അല്ലേ? പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഇൻഡ്യൂസ് ചെയ്യുന്നത് എത്രയാണ്? 12 മില്ലി എന്നാണ് പറഞ്ഞേക്കുന്നത്. ബൈ ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് കറണ്ട് എന്ന് പറയുന്നത് 3 ആണ്. സോ അങ്ങനെ വരുമ്പോൾ എക്സാക്ട്ലി നമുക്ക് ആൻസർ എന്ന് പറയുന്നത് 4 മില്ലി ആയിട്ട് നമുക്ക് കിട്ടി. സോ യു ഗെറ്റ് ദ വാല്യൂ 4 മില്ലി ഹെൻറി. നമുക്ക് വേണ്ടത് ഡാഷ് വാല്യൂ ആണ്. ദാറ്റ് ഈസ് 4 as the answer. A solenoid of length 0.5 m has a radius of 1 centimeter and is made up of m number of turns. It carries a current of 5 ampere. The magnitude of the magnetic field inside the solenoid is given as 6.28 into 10 to the power of minus 3. Then the value of a small m, that is the number of turns, that is we need to find it. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു സോളിനോയിഡിൽ എം ടേൺസ് ഉണ്ട് എന്നാണ് പറയുക. പക്ഷെ നമുക്കറിയാം അറ്റ് എനി പോയിന്റ് ഇൻസൈഡ് ദ വാല്യൂസ് μ0 n into I. എന്താണ് പെർമിയബിലിറ്റി ഓഫ് ഫ്രീ സ്പേസ്? n എന്താണ്? ദ നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത്. അപ്പോൾ ഇവിടെ നമുക്ക് എം ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ ദാറ്റ് എം ഈസ് ഈക്വൽ ടു b into the length of the solenoid by μ0 into I ആണ്. സോ അവിടെ നമുക്ക് that b is given as 6.28 into 10 to the power of minus 3 and its length that is given as a 0.5 meter. The division by the μ0 as a 4 pi into 10 to the power of minus 7, that much into the current as 5. So that is equal to pi, you can cancel it as 2 to cancel. So 10 to the power of minus 3 division by 4 into 5 as a 20 into 10 to the power of minus 7. This will cancel and 10 to the power of minus 4. So 10 to the power of 4 division by 20. So 1000 division by 2. So that is equal to the 500. So m, the number of turns എന്ന് പറയുന്നത് നമുക്ക് 500 ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. So that is the concept. So dear one, we completed all the questions. Actually, if you just concentrate on every chapters, ഒരു ട്രെയിനിങ്ങിൻ്റെ ഒരു ഹെൽപ്പ് കൂടെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഏറ്റവും നല്ല പെർസെൻറ്റൈൽ സ്കോർ JEE Main കിട്ടാൻ, നല്ലൊരു NIT കിട്ടുന്നതിനും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകത്തില്ല. ബെർലിനിലെ സ്റ്റുഡൻസിന് അത് 100% ഗ്യാരൻറ്റിയുമാണ്. നന്നായിട്ട് പഠിക്കുക, അധ്വാനിക്കുക, ഏറ്റവും നല്ല സ്കോറുകൾ നേടുക. ടേക്ക് കെയർ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.